പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് ബേളൂരിലെ കർഷകനായ സത്യനാരായണ ബലേരി. വർഷങ്ങളായുള്ള നെൽവിത്ത് ശേഖരണമാണ് ഇദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 650 ഇനം നെൽവിത്തുകൾ ശേഖരിച്ച് സംരക്ഷിക്കുന്ന സത്യനാരായണയുടെ ജീവിതം നെൽകൃഷിക്കായി സമർപ്പിതമാണ്. സ്കൂൾ പഠനകാലം മുതൽ നെൽമണികളോടും നെൽകൃഷിയോടുമുള്ള അതീവമായ താല്പര്യമാണ് 650 ഇനം നെൽവിത്തുകളുടെ ശേഖരത്തിലേക്ക് 50-കാരനായ സത്യനാരായണ ബലേരിയെ എത്തിച്ചത്. നെൽകൃഷി മേഖലയിലെ സമർപ്പിത ജീവിതത്തിനുള്ള വിലമതിക്കാനാവാത്ത അംഗീകാരമാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുമ്പോൾ സത്യനാരായണ ബലേരിക്ക് ലഭിച്ചത്. രാജ്യം പത്മശ്രീ ബഹുമതി നൽകി സത്യനാരായണ ബലേരിയെ ആദരിക്കുമ്പോൾ കാസർകോട്ടെ കാർഷിക ഗ്രാമമായ ബേളൂർ നിട്ടണികെ ഒന്നടങ്കം വലിയ സന്തോഷത്തിലാണ്. പത്മശ്രീ കിട്ടുമെന്ന് പറഞ്ഞ അത്ര ഒരു ഇതുണ്ടായിട്ടില്ല. എന്താ പറഞ്ഞാൽ വലിയൊരു സിവിലിയൻ അവാർഡ് ആയതുകൊണ്ട് നമ്മളെ പോലത്തെ കർഷകരെ തേടിയെത്തും എന്ന് പറഞ്ഞിട്ട് അത്ര ഒരു ഇതുണ്ടായില്ല. പക്ഷേ KVK നോമിനേറ്റ് ചെയ്തതാണ്. മംഗലാപുരം KVK ആണ് ഇതിനെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായി. അത്രേ മംഗലാപുരം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു അതിലേക്കുള്ള ഒരു തോടുപ്പ്? അത് പറഞ്ഞാൽ നമ്മൾ ഈ കന്നഡ മേഖല കാസർഗോഡ് കന്നഡ ആയതുകൊണ്ട് അവിടെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കന്നഡ പഠിച്ച ആൾക്കാരാണ്, സയൻറ്റിസ്റ്റുകളെല്ലാം കുറച്ച് ക്ലോസ് ആയിരിക്കുന്നത്. അവർ കന്നഡ മേഖലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഭാഷ അവരിലെല്ലാം കറക്റ്റായിരുന്നില്ല. അവിടെ ഒരുപാട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിത്തിനെല്ലാം അവർ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ സ്റ്റാളിൽ വെക്കും. അപ്പോൾ നമ്മൾ ഇത്ര വെറൈറ്റി ചെയ്യുന്നതാകുമ്പോഴേക്കും അവർക്ക് അതിന് കൊടുക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. അപ്പോൾ നമ്മളൊരു അതിനെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ചെയ്താണ്. 2008-ൽ 2 ഇനം വിത്തുകളുമായാണ് ഇദ്ദേഹം നെൽവിത്ത് ശേഖരണത്തിലേക്ക് കടന്നത്. തുടർന്ന് നെൽവിത്ത് ശേഖരണം വിപുലീകരിക്കുന്നതിനായി പല കാർഷിക മേളകളിലും അന്യ സംസ്ഥാനങ്ങളിലുമെല്ലാം സത്യനാരായണ ബലേരി സഞ്ചരിക്കുകയുണ്ടായി. ശേഖരിക്കുന്ന അപൂർവം വിത്തുകൾ വീട്ടിൽ സൂക്ഷിച്ചും നിലമൊരുക്കിയും ഗ്രോ ബാഗുകളിലാക്കി കൃഷി ചെയ്തുമാണ് സംരക്ഷിച്ച് നിലനിർത്തുന്നത്. തുടർന്ന് വിത്ത് ആവശ്യപ്പെടുന്ന നെൽകർഷകർക്ക് ആവശ്യാനുസരണം സൗജന്യമായി തന്നെ വിത്തുകൾ നൽകുന്നു. വീണ്ടും ഞങ്ങൾ പാടമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഗ്രോ ബാഗിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും ഞാനിപ്പോൾ ചെറിയൊരു പാടം പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു 650 ഇനങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ച് വരുന്നത്. എത്ര വർഷമായി സംരക്ഷണം തുടങ്ങി? ഇത് 2008-ലാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ അയാൾ തന്ന ഒന്നും പിന്നെ ഒരു ഗന്ധകശാല 2 ഇനത്തിലാണ് ഞാൻ തുടങ്ങിയത്. പിന്നീടാണ് ഈ ഇനങ്ങൾ കൂടി വന്നത്. എവിടുന്ന് ഇതെല്ലാം ശേഖരിച്ച് വരുന്നത്? അത് ഒരുപാട് കർണാടകത്തിൻ്റെ യൂണിവേഴ്സിറ്റി തന്നു. പിന്നെ ഇവിടുന്ന് പട്ടാമി നെൽഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കുറേ ഇനങ്ങൾ തന്നിരുന്നു. പിന്നെ പഠനക്കാട് കൃഷി കോളേജ് അവിടെ നിന്നുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, പിന്നെ കൃഷിമേളകളിൽ നമ്മൾ പോകും. മറ്റേ CP സാറിൻ്റെ 100-ാം വർഷത്തിൻ്റെ ഇനി പോയിട്ടാകുമ്പോൾ അവിടെ ഒരുപാട് കോൺടാക്റ്റായിന് ഈ നാടൻ നെല്ല് പ്രദേശത്തിനുണ്ട്. മംഗലാപുരം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് പത്മശ്രീക്കായി ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ശേഖരിച്ച നെൽവിത്തുകൾ സത്യനാരായണയുടെ ശേഖരത്തിലുണ്ട്. വീടിനോട് ചേർന്നുള്ള മുറിയിൽ നെൽവിത്തുകൾ ഒതുക്കി വെച്ചത് കാണാം. ഉപ്പുവെള്ളത്തിൽ വിളയുന്ന കഗ്ഗ 20 ദിവസത്തിലധികം വെള്ളത്തിൽ മുങ്ങിയാലും നശിക്കാത്ത എടിക്കൂണി, ഫിലിപ്പൈൻസിൽ നിന്നുള്ള മനില തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ എടുത്തു പറയേണ്ടതാണ്. സത്യനാരായണ ബലേരിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിന്റെ ആനന്ദത്തിലും അഭിമാനത്തിലുമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ബേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധർ ബെള്ളൂർ. നമ്മൾ ഈ കൊച്ചു ഗ്രാമപഞ്ചായത്തായ ബേളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ആകെ അഭിമാനിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അതായത് കാസർഗോഡ് ജില്ലയുടെ തന്നെ ആദ്യത്തെ പത്മശ്രീ അവാർഡ് നമ്മളുടെ ഈ ചെറിയ ഗ്രാമപഞ്ചായത്തായ ബേളൂർ ഗ്രാമപഞ്ചായത്തിൽ ബളേരി എന്ന പ്രദേശത്ത് താമസിക്കുന്ന ശ്രീ സത്യനാരായണ ബളേരിയെ എത്തുകയാണ് ചെയ്തത്. അദ്ദേഹം ഏതാണ്ട് 650ഓളം വരുന്ന നെൽവിത്തുകളെ സംരക്ഷിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അർഹിക്കുന്ന പരിഗണന നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഏറ്റവും ജെന്യൂനായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കർഷകരെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവാർഡുകൾ നൽകുന്നു എന്ന് പറയുന്നതിന് ഒരു നിർദ്ദേശനമാണ് ഈ അവാർഡ് കിട്ടിയ സത്യനാരായണ. ഈ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ഈ നാടിൻ്റെ ഈ ജില്ലയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. സത്യനാരായണയുടെ കുടുംബാംഗങ്ങളും
സന്തോഷം പങ്കുവച്ചു. എങ്ങനെയായിരുന്നു ഈ പത്മശ്രീ ഇത് വിവരം ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ച് എങ്ങനെ ഒരു വീട്ടിലേക്ക് കിട്ടും? പ്രതീക്ഷ അതിന് വേണ്ട നല്ല വർക്ക് ചെയ്തോണ്ടായിരുന്നു അവര്, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തോണ്ട് അവർക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നെൽവിത്ത് സംരക്ഷണത്തിനൊപ്പം തെങ്ങും കവുങ്ങും കുരുമുളകും റബ്ബറും പച്ചക്കറികളുമെല്ലാം പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബലേരി കൃഷി ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്.